നമസ്കാരം. എല്ലാവർക്കും A2A ലേണിംഗ് സൊല്യൂഷൻസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്ത് പരാഗണകാരികൾ അഥവാ പോളിനേറ്റിംഗ് ഏജൻസിനെ കുറിച്ചായിരുന്നു. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടൈപ്സ് ഓഫ് പോളിനേഷനെ കുറിച്ചാണ്. അപ്പം നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കറിയാം, നമുക്ക് ചുറ്റും ഒരുപാട് പലതരത്തിലുള്ള പൂക്കളുണ്ടല്ലേ. ഈ പൂക്കളിലൊക്കെ കേസരപ്പുടവും പരാഗണസ്ഥലവും എല്ലാം ഉണ്ട്. ഇത്തരത്തിൽ ഒരു പൂവിലെ പരാഗരേണുക്കളും വേറൊരിനത്തിൽപ്പെട്ട മറ്റൊരു പൂവിന്റെ പരാഗണ സ്ഥലത്ത് ചെന്ന് പതിച്ചാൽ അവിടെ പരാഗണം നടക്കുമോ, അല്ലെങ്കിൽ അവിടെ ഒരു സക്സസ്ഫുൾ പോളിനേഷൻ എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അവിടെ പോളിനേഷൻ ഫെയിലായി പോവുകയാണ് ചെയ്യാറുള്ളത്. അത്തരത്തിലുള്ള കേസരപ്പുടങ്ങൾ അല്ലെങ്കിൽ പരാഗരേണുക്കൾ എന്ത് ചെയ്യും? നശിച്ചു പോവുകയാണ് ചെയ്യാറുള്ളത്. ഒരു പൂവിലെ പരാഗരേണുക്കൾ അതേ ഇനത്തിൽപ്പെട്ട പൂക്കളുടെ പരാഗണ സ്ഥലത്ത് പതിച്ചാൽ മാത്രമേ അവിടെ പോളിനേഷൻ സക്സസ്ഫുൾ ആയി നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇത്തരത്തിൽ ഒരു പൂവിന്റെ പരാഗരേണുക്കൾ അതേ പൂവിന്റെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിനെ നമ്മൾ സ്വപരാഗണം അഥവാ സെൽഫ് പോളിനേഷൻ എന്നും, ഒരു ഇനത്തിൽപ്പെട്ട പൂവിന്റെ പരാഗരേണുക്കൾ അതേ ഇനത്തിൽപ്പെട്ട മറ്റൊരു ചെടിയിലെ മറ്റൊരു പൂവിന്റെ പരാഗണ സ്ഥലത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വീഴുകയാണെങ്കിൽ അത്തരത്തിലുള്ള പോളിനേഷനെ നമ്മൾ ക്രോസ് പോളിനേഷൻ അഥവാ പരപരാഗണം എന്നുമാണ് പറയാറുള്ളത്. ഇത്തരത്തിൽ സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷനും ഒക്കെ നടന്നതിന്റെ ഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്നവയാണ് ഫലങ്ങൾ അഥവാ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ പരാഗണ സ്ഥലത്ത് വീഴുന്ന പരാഗരേണുക്കൾ സഞ്ചരിച്ച് അണ്ടാശയത്തിലേക്ക് എത്തുന്നു. ഈ അണ്ടാശയത്തിലുള്ള എന്തുണ്ട്? അണ്ടമുണ്ട്. ഈ അണ്ടവുമായിട്ട് ഈ പരാഗരേണുക്കൾ കൂടിച്ചേർന്ന് ബീജസങ്കലനം സംഭവിച്ചതിന്റെ ഫലമായാണ് ഈ ഫലങ്ങൾ ഉണ്ടാകുന്നത്. ഇങ്ങനെ ബീജസങ്കലനം സംഭവിച്ചതിന് ശേഷം അണ്ടാശയം ഫലമായിട്ടും അതിനുള്ളിലെ ഒവ്യൂളുകൾ എന്തായിട്ടും മാറും? വിത്തുകളായിട്ടുമാണ് മാറുന്നത്. ബാക്കിയുള്ള കേസരപ്പുടവും ഇതളുകളും എല്ലാം എന്ത് ചെയ്യും? ഉണങ്ങിക്കൊഴിഞ്ഞ് പോവുകയാണ് ചെയ്യാറുള്ളത്. ഇത്തരത്തിൽ ഫലങ്ങൾ ഉണ്ടാകുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് 4 ഫലങ്ങളെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ അതിലേക്കാണ് ഇനി അടുത്ത് കടക്കാൻ പോകുന്നത്. അതിലാദ്യത്തേതാണ് ലഘുഫലങ്ങൾ അഥവാ സിമ്പിൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പൂവിൽ പോളിനേഷൻ നടന്നിട്ട് ഒരൊറ്റ ഫലമേ ഉണ്ടായുള്ളൂ എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഫലങ്ങളെയാണ് നമ്മൾ ലഘുഫലങ്ങൾ അഥവാ സിമ്പിൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. ഇതൊരു ഉദാഹരണമാണ് മാമ്പഴം, തക്കാളി തുടങ്ങിയവ. ഇനി വേറൊരു കേസ് എന്താണെന്ന് വെച്ചാൽ, ഒരു പൂവിൽ പോളിനേഷൻ നടന്നു. ഈ ഒരു പൂവിൽ പോളിനേഷൻ നടന്നിട്ട് അവിടുന്ന് ഒരു പൂവിൽ നിന്ന് ഒരുപാട് ഫലങ്ങൾ ഉണ്ടാകുന്നു, ഒരു കൂട്ടം ഫലങ്ങൾ ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള ഫലങ്ങളെ നമ്മൾ പുഞ്ചഫലങ്ങൾ അഥവാ അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ് എന്നാണ് പറയുന്നത്. ഇവയ്ക്ക് ഉദാഹരണമാണ് നമ്മുടെ സീതമരക്കായ, സീതപ്പഴം, അരണമരക്കായ തുടങ്ങിയവയെല്ലാം. ഇനി അടുത്തതായിട്ട് നമ്മൾ പോളിനേഷൻ ഒരു പൂങ്കുലയായിട്ടാണ് കാണപ്പെടുന്നത്. ഒരു പൂങ്കുലയായിട്ട് കാണാം. ഒരു പൂങ്കുലയിൽ ഇങ്ങനെ പൂക്കൾ നിൽക്കുകയാണ്. ഈ പൂക്കൾ എന്ത് ചെയ്തു? പോളിനേഷൻ സംഭവിക്കുന്നു. ഇവയ്ക്ക് പോളിനേഷൻ സംഭവിച്ചിട്ട് ഇവയെല്ലാം കൂടെ കൂടിച്ചേർന്ന് സംയുക്തമായിട്ടൊരു ഒറ്റ ഫലമായിട്ട് കാണുകയാണെങ്കിൽ അവയാണ് നമ്മൾ സംയുക്ത ഫലങ്ങൾ അഥവാ മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് എന്ന് പറയപ്പെടുന്നത്. അവയ്ക്ക് ഉദാഹരണമാണ് നമ്മുടെ ചക്ക, കൈതച്ചക്ക തുടങ്ങിയവയെല്ലാം. ഇനി വേറൊരു കേസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു അണ്ടാശയം ഫലമായിട്ടും ഒവ്യൂളുകൾ വിത്തുകളായിട്ട് മാറുന്നു. എന്നാൽ ചില സസ്യങ്ങളിൽ ഇങ്ങനെയല്ലാതെ, അതായത് അണ്ടാശയവും ഒവ്യൂളും അല്ലാതെ പൂഞ്ഞിട്ടും പുഷ്പാസനമൊക്കെ ഫലങ്ങളായിട്ട് മാറാറുണ്ട്. അത്തരത്തിലുള്ള ഫലങ്ങളെയാണ് നമ്മൾ കപട ഫലങ്ങൾ അഥവാ ഫോൾസ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. അവയ്ക്ക് ഉദാഹരണമാണ് കശുമാങ്ങ, ആപ്പിൾ തുടങ്ങിയവയെല്ലാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് പലതരത്തിലുള്ള ഫലങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് പോളിനേഷനെ കുറിച്ചുമാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി. നമസ്കാരം.